അങ്ങനെ അതിസംഭവബഹുലമായ പാർട്ട് 1 ട്രെയിൻ യാത്രയ്ക്ക് ശേഷം ഇത് അവതരിപ്പിക്കുന്നു പാർട്ട് 2. അപ്പോൾ ഞങ്ങൾ ഫ്രണ്ടിൻ്റെ വീട്ടിൽ ചെന്നു, ഒരു ചെറുതായിട്ടൊന്ന് മയങ്ങി എണീറ്റപ്പോഴേക്കും നമുക്ക് പോകാനുള്ള ടൈമായി. അപ്പോൾ ഞങ്ങളുടെ 2 ഫ്രണ്ട്സും കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവളുടെ വീട്ടിൽ നിന്ന് ഞങ്ങൾ അപ്പവും മുട്ടക്കറിയും ചായയും പഴമൊക്കെ തട്ടി റെഡിയായി ഞങ്ങൾ പോകാൻ പോവാണ്. എവിടെ പോകാമെന്ന് പറയാം കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഈ വർക്ക് ഫ്രം ഹോം ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മളുടെ ഫ്രണ്ട്സിനെയും കൊളീഗ്സിനെയൊക്കെ കാണുന്നതൊക്കെ ഭയങ്കര കുറവാണ്. കാരണം എല്ലാവരും ഒരേ സ്ഥലത്തു നിന്നുള്ളവരല്ല, കേരളത്തിൻ്റെയും അല്ലെങ്കിൽ പല പല സ്ഥലത്തു നിന്നുള്ളവരുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ ഒരു അവസരം കിട്ടുമ്പോൾ നമ്മളത് പാഴാക്കാറില്ല, മാക്സിമം യൂട്ടിലൈസ് ചെയ്യാണ് പതിവ്. അപ്പോൾ ഇത്തവണ ഇതുപോലെ കമ്പനി ഓർഗനൈസ് ചെയ്തപ്പോൾ നമ്മൾ വിചാരിച്ചു എന്തായാലും പോയേക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ പോക്ക്. അപ്പോൾ ഇപ്പോൾ പോകാൻ പോകുന്നത് ഞങ്ങൾ ഗോഗോ ലാൻഡ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അത് ട്രിവാൻഡ്രം പൂവാറിനടുത്തുള്ള ഗോഗോ ലാൻഡിലാണ്. ഇതൊരു തുരുത്തിൻ്റെ ഉള്ളിൽ എന്നൊക്കെ പറയാം, കണ്ടൽക്കാടിനൊക്കെ ഉള്ളിലിരിക്കുന്ന ചെറിയൊരു അമ്യൂസ്മെൻറ്റ് പാർക്ക് പോലെ ആട്ടോ. ഒരു വലിയതൊന്നും അല്ല, ചെറിയൊരു 1 ഡേ ട്രിപ്പിനൊക്കെ പറ്റിയ കുറച്ച് റൈഡും കാര്യങ്ങളൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. അപ്പം നമ്മളെ അവിടെ നമ്മൾ ആ ഡെസ്റ്റിനേഷനിൽ ചെന്നും അവരവരുടെ ഒരു ചെറിയൊരു ബോട്ടിൽ നമ്മളെ തൊട്ടപ്പുറത്ത് കരയ്ക്കെത്തിക്കും. അപ്പോൾ അവിടെ നിന്ന് വെൽക്കം ഡ്രിങ്കും കാര്യങ്ങളൊക്കെ തന്ന് നമ്മൾ നേരെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് റൈഡിലോട്ട് പോകുമായിരുന്നു. രണ്ടും ഉണ്ടായിരുന്നു കേട്ടോ, വാട്ടർ റൈഡ്സും ഉണ്ടായിരുന്നു, നോർമൽ ആയിട്ടുള്ള റൈഡ്സും ഉണ്ടായിരുന്നു. അപ്പം ഇതായിരുന്നു ഞങ്ങൾ ആദ്യം കയറിയത് കേട്ടോ. പിന്നെ സ്വതവേ ഈ പേടി, ഹൈറ്റും കാര്യങ്ങളും എല്ലാം പേടി ആയതുകൊണ്ട് ഞാൻ ഇതിലൊന്നും കയറിയില്ല. പിന്നെ ഇവരുടെ വീഴ്ചയും കൂടെ കണ്ടപ്പോൾ എനിക്ക് ഒട്ടും പറ്റിയില്ല. പിന്നെ ഈ സാധനവും ഞാൻ കയറിയില്ല, സ്വാഭാവികമായിട്ട് ഹൈറ്റാണല്ലോ. പക്ഷേ ഇതിൽ എനിക്ക് കയറേണ്ടി വന്നു. കാരണം നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ ഹൈറ്റ് പേടിയുള്ളവരാണോ എന്നൊന്ന് പറയണേ. ഇപ്പോൾ നിങ്ങളത് കണ്ടാൽ മനസ്സിലാവും. എന്നെ അവർ തള്ളി വിട്ടിട്ട് പോലും ഞാൻ പോകുന്നുണ്ടായിരുന്നില്ല, ഞാൻ കാലോടെ വച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്തായാലും കണ്ണുടച്ചിട്ട് അങ്ങോട്ട് ശിവനേന്ന് വിളിച്ചിട്ട് അങ്ങ് പോയി. പിന്നെ ഇതാ ഇത് വവ്വാൽ തൂങ്ങിക്കിടക്കുന്നത് പോലെ കണ്ടോ. ഇത് കയറണ്ടെന്ന് അവരുടെ അടുത്ത് പറഞ്ഞു. പക്ഷേ എന്തായാലും അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു അവർക്കെന്നാണ് അവർ പറഞ്ഞത്. പിന്നെ ഞാൻ കയറിയത് നമ്മുടെ സിപ്പർ ലൈനാണ്, ഈ സൈക്കിൾ ചോട്ടി പോകുന്ന സിപ്പർ ലൈൻ. കാരണം ഇത് വലിയതൊന്നും അല്ലെങ്കിൽ പോലും എനിക്ക് ഭയങ്കര സന്തോഷമായ കാര്യമാണ്. കാരണം എൻ്റെ ഹൈറ്റ്സിൻ്റെ പേടിനെ ഞാൻ കുറച്ചെങ്കിലുമൊക്കെ ഒന്ന് ഓവർകം ചെയ്തു എന്ന് പറയാം. ഇപ്പോഴും പേടിയുണ്ടോ ഇല്ലെന്നല്ല. പിന്നെ ഞങ്ങൾ കളിച്ചത് ഈ പരിപാടിയായിരുന്നു, മറ്റേ വെട്ടിക്കളിച്ച് ഞങ്ങൾ അത് കുറച്ച് നേരം ചെയ്തു. പിന്നെ അത് ഞങ്ങൾ നേരെ ഇറങ്ങിയത് വെള്ളത്തിലേക്കാട്ടോ, ഫുഡൊക്കെ കഴിച്ചിട്ട്. അപ്പോൾ അവർ നമ്മുടെ ഈ ഒരു ദിവസത്തെ പാക്കേജിൽ ഫുഡും ഇൻക്ലൂഡഡ് ആയിരുന്നു. ഫുഡും വൈകുന്നേരത്തെ ചായയും, വെജും നോൺ വെജും ഉണ്ട്. ബിരിയാണി തന്നെയായിരുന്നു, വെജിലും ബിരിയാണി തന്നെയായിരുന്നു. കുഴപ്പമില്ലാത്ത ഫുഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ പിന്നെ നേരെ വാട്ടർ റൈഡ്സിലോട്ടാണ് പോയത്. അതിൻ്റെ ഫോട്ടോസൊന്നും അങ്ങനെ എടുക്കാൻ പറ്റിയില്ല, വീഡിയോസൊന്നും. റെയിൻ ഡാൻസൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. നമ്മുടെ വീഗലാൻഡിലൊക്കെ ഉള്ള ആ ഒരു സെറ്റപ്പ്. എല്ലാ പരിപാടിയും കഴിഞ്ഞപ്പോൾ വൈകുന്നേരം നല്ലൊരു ചായയും പഴംപൊരിയൊക്കെ തന്നു അവർ. അങ്ങനെ ഒരു ദിവസം നല്ല അടിപൊളിയായിട്ട് ആഘോഷിച്ച് ഞങ്ങൾ തിരിച്ചു പോയി. അപ്പോൾ ഇതിൻ്റെ അടുത്ത പാർട്ട് കാണിച്ചു തരാം അടുത്ത വീഡിയോയിൽ. ബൈ.